കടലുണ്ടി ഇടച്ചിറയിലെ ഓരോ വീടുകൾക്ക് ചുറ്റും അവരിറങ്ങും. നേരം പുലരുവോളം പ്രദേശത്തെ പച്ചപ്പ് മുഴുവൻ കാർന്നു തിന്നേ അവർക്കൊരു മടക്കമുള്ളൂ. കഴിഞ്ഞ 2 വർഷമായി പഞ്ചായത്തിലെ 17-ാം വാർഡിൽ കൃഷ്ണ സ്കൂൾ റോഡിൽ ആഫ്രിക്കൻ ഒച്ചിനെ കണ്ടു തുടങ്ങിയിട്ട്. എന്നാൽ കഴിഞ്ഞ 6 മാസമായി ഒച്ചുകൾ പെരുകി പ്രദേശത്ത് വ്യാപിച്ചിരിക്കുകയാണ്. ഈ ഒച്ച് ഒരു 2 വർഷത്തോളമായി ഇത് ഇങ്ങനെ പുറത്തൊക്കെ കാണലുണ്ട്. പക്ഷേ വീടുകളിലേക്കൊക്കെ ഇപ്പോൾ കയറി തുടങ്ങിയിട്ട് ഒരു 6 മാസത്തോളമായി. ഇത് തെങ്ങിൻ്റെ മുകളിലൊക്കെയാണ് കൂടുതലായിട്ട്. തെങ്ങിൻ്റെ മേലെ വാഴ, കവുങ്ങ് അതിൻ്റെയൊക്കെ ഇല തിന്ന് നശിപ്പിക്കുക. ചെടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വല്ലാതെ തിന്ന് നശിപ്പിക്കുന്നുണ്ട്. തെങ്ങിലും കവുങ്ങിലും ഇവ താവളമാക്കിയ അവസ്ഥയാണ്. പഞ്ചായത്ത് മെമ്പർ ഡൽജിത്ത് അണ്ടിപ്പറ്റ പരാതിപ്പെട്ടതോടെ കൃഷിവകുപ്പിൽ നിന്നും ഉദ്യോഗസ്ഥർ എത്തി പരിശോധന നടത്തി. ഉപ്പിട്ട് ഇവയെ തുരത്താനാണ് നിർദ്ദേശിച്ചത്. കുട്ടികളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതാണ് ഇപ്പോൾ നമ്മളിത് പരാതി പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് കൃഷി ഓഫീസർ വന്നിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഈ കുട്ടികൾ അത് പോയിരുന്ന ആ സ്ഥലത്ത് ടച്ച് ചെയ്തിട്ട് മൂക്കിൻ്റെ ഭാഗത്തൊക്കെ കൈ ടച്ച് ചെയ്താൽ തന്നെ ബ്രെയിനിനെ വരെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഉപ്പിലായനി അടിക്കുക ആദ്യം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ വലിയൊരു ഏരിയ തന്നെ അത് മൊത്തം ആളുകൾ ഭീതിയിലാണ് സത്യം പറയുകയാണെങ്കിൽ. ഒരൊച്ച് 500-ലധികം മുട്ടകൾ ഇടുന്നതിനാൽ ഇവ ഓരോ ദിനവും പെരുകുകയാണ്. ഇവയുടെ സാന്നിധ്യം വീട്ടിനകത്തുമുണ്ട്. ആഫ്രിക്കൻ ഒച്ചിന്റെ സ്രവങ്ങൾ മനുഷ്യ ശരീരത്തിന് ഹാനികരമെന്നത് നാടിനെ തന്നെ ഭീതിയിലാക്കുകയാണ്. ഒരു നാടിനെ ഒന്നടങ്കം വേട്ടയാടുന്ന വിപത്താണ് എനിക്ക് മുന്നിൽ ഇപ്പോഴുള്ളത്. ആഫ്രിക്കൻ ഒച്ചെന്ന ഈ ദുരന്തത്തെ എങ്ങനെ നേരിടാമെന്ന ആലോചനയിലാണ് അധികൃതരും നാട്ടുകാരും ഒന്നടങ്കം. സജി തറയിലിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്.